എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന ട്രാവലറിൻ്റെ മേക്കിംഗ് വീഡിയോ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഫസ്റ്റ് അത് കാണുക, എന്നിട്ട് ഇത് കാണുക. ഫസ്റ്റ് നമ്മൾ പാർട്ട് 1ലാണ് ഈ ഒരു ബോഡി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തത്. ഇന്ന് പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഈ ചെയ്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയതാണ്. അതായത് ഈ കാണുന്ന ചെയ്സ്, ബാക്ക് വീൽ, അതുപോലെ തന്നെ ഫ്രണ്ട് വീൽ റൊട്ടേഷൻ എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ട്രാവലറിന് ചെയ്സ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ബസ്സിനൊക്കെ ഉണ്ടാകുന്ന പോലെ ചെയ്സിൽ തന്നെയാണോ അതൊന്നും എനിക്കറിയില്ല. എന്നാലും നമ്മൾ മിനിയേച്ചറിൽ ചെയ്യുമ്പോൾ ചെയ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡീറ്റെയിൽസ് അറിയാത്തവർക്ക് വേണ്ടി ഇതൊരു ഫോസ്റ്റ് ട്രാവലർ 26 സീറ്റ് ട്രാവലറാണ്. അതായത് ബാക്കിൽ 6 വീൽ വരുന്ന ടൈപ്പ് ട്രാവലറാണ്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസ് നമ്മൾ സീരീസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതായത് പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട്. ഫുൾ മേക്കിംഗ് വീഡിയോ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബോഡി ഉണ്ടാക്കുന്നത്. അത് ഇന്ന് ടയറും അതുപോലെ തന്നെ ഫ്രണ്ട് വീൽ റൊട്ടേഷൻ, ബാക്ക് വീൽ ആക്സിൽ, മൊത്തത്തിൽ ഈ ഒരു ചെയ്സ് സെറ്റ് ചെയ്തിട്ട് വണ്ടിയിൽ ഫിക്സ് ചെയ്യുന്നതാണ് ഇന്നത്തെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ടയറാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. 5 mm തിക്നെസ് വരുന്ന ഫോം ഷീറ്റിലാണ് ടയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടയറിന് 3 പീസ് നമുക്ക് വേണം. അപ്പം ഏകദേശം ഒരു ടയറിൻ്റെ തിക്നെസ് വരിക 1.5 സെൻറ്റിമീറ്ററാണ് തിക്നെസ് ഒരു ടയറിൻ്റെ. അങ്ങനത്തെ 6 ടയർ നമുക്ക് വേണം. അപ്പോൾ ഒരു ടയറിന് 3, 6 ടയറിന് 18 പീസ് നമുക്ക് വേണം. 18 സർക്കിൾ ഇതേപോലെ റൗണ്ടിൽ കോമ്പസ് വെച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ആ കട്ട് ചെയ്തെടുത്ത പീസ് എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ടയർ ഉണ്ടാക്കാം. ടയറിൽ പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ടയർ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി പണ്ടൊരുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടിൽ 2 ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 കൊല്ലം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ടയറിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പം നിങ്ങളങ്ങനെ സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്താണ് ഈ കാണുന്ന ടയർ. 3 പീസ് ഒട്ടിക്കുക. അതിലൊരു പീസ് നമ്മൾ റിമ്മും കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഒരു പീസ് റിമ്മ് കൂടി കട്ട് ചെയ്തെടുക്കുക, ബാക്കി 2 പീസ് അങ്ങനെ വെച്ചിട്ട് 3 പീസ് വെച്ചിട്ട് ഒട്ടിക്കുക. അപ്പോൾ ഇത് പിന്നെ ബേക്കിൽ ഉള്ളിൽ വരുന്ന പീസാണ് ആ കണ്ടത്. റിമ്മ് ഇല്ലാത്ത ഉള്ളിൽ വരുന്ന പീസിന് പിന്നെ ഒന്നും കട്ട് ചെയ്യേണ്ട, ജസ്റ്റ് 3 പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മൾ ബെയറിംഗ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് വീൽ റൊട്ടേഷൻ മാത്രമല്ല ബാക്ക് വീലിലും നമ്മൾ ബെയറിംഗ് ഇടാറുണ്ട്. കാരണം ഇതൊക്കെ ഓർഡർ വർക്കുകളാണ്. അപ്പോൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ അതിൻ്റെതായ ക്വാളിറ്റിയിൽ കൊടുക്കേണ്ടതുകൊണ്ട് തന്നെ ബെയറിംഗ് എല്ലാ വർക്കിലും നമ്മൾ ഉപയോഗിക്കലുണ്ട്. ഉപയോഗിക്കുന്ന ബെയറിംഗ് ഇതാണ് 607 സെഡ്. ഫ്ലിപ്കാർട്ടിലൊക്കെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബെയറിംഗ് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന പോലെ കറക്റ്റ് സെൻറ്ററാക്കിയിട്ട് ബെയറിംഗ് വെച്ചിട്ട് നമ്മൾ സാധാരണ പെൻ നൈഫ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഹോളാക്കിയിട്ട് ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. ഈ കാണുന്ന പോലെ, അതായത് 3 പീസ് വരുന്ന ഫോം ഷീറ്റാണ് നമ്മൾ ചെയ്യുന്നത് ടയറിന്. അപ്പോൾ അതിൽ നടുക്കൊരു ഫോം ഷീറ്റ് വരുമല്ലോ, 2 അറ്റത്തും 1 നടുക്കല്ലേ വരും. ആ നടുക്ക് വരുന്ന ഫോം ഷീറ്റിൽ വേണം നമ്മൾ ബെയറിംഗ് നിൽക്കാൻ. അതായത് അറ്റത്തൊന്ന് വെക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതേപോലെ നടുക്ക് വെക്കുന്നത്. അതാകുമ്പോൾ ബെയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്നും ചെയ്യില്ല. അതിന് ശേഷം ഈ കാണുന്ന പോലെ ചെറിയൊരു പെൻസിലിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കുക. ഈ കാണുന്ന റൗണ്ട് പെൻസിലിന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ബെയറിംഗ് ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെക്കാൻ പാകത്തിനുള്ള എന്തൊരു സാധനമായാലും മതി, പെൻസിലാകുമ്പം കറക്റ്റ് ഫിറ്റായി നിൽക്കും. എന്നിട്ട് ആ ഇറക്കി വെച്ച പെൻസിലിലേക്ക് ഈ കാണുന്ന പോലെ ഒരു PVC ആണ് ഒട്ടിക്കേണ്ടത്. ഇതിൽ ഞാൻ ഫോം ഷീറ്റാണ് കാണിക്കുന്നത്, ബ്ലാക്ക് ഫോം ഷീറ്റാണ് കാണിക്കുന്നത്. പക്ഷേ ഒരു PVC പൈപ്പിൻ്റെ പീസാണ് ഒട്ടിക്കേണ്ടത്. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു PVC പൈപ്പ് ഒട്ടിച്ചതിന് ശേഷം ഫ്രണ്ട് വീൽ വെച്ചിട്ടുണ്ട്, ബാക്ക് വീൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷമില്ല ബാക്ക് വീലിനും ഫ്രണ്ട് വീലിനൊക്കെ നമുക്ക് ആ ഒരു വീലിൻ്റെ ഒരു മാർക്കിംഗ് ഉണ്ടാവുമല്ലോ, അത് ഇങ്ങനെ ഒരു സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരു മാർക്കിംഗ് കിട്ടും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, മൊത്തം റൗണ്ട് എല്ലാ ടയറും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് എന്നിട്ട് ഇതേപോലുള്ളൊരു പീസ് സെറ്റ് ചെയ്തെടുക്കണം. അതായത് PVC പൈപ്പ് ചൂടാക്കി നിവർത്തി എടുത്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത പീസ് മേലെ എന്തായാലും വെക്കുക. നടുക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടി കുറച്ച് 2 ഫോം ഷീറ്റ് കൂടി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഹോൾ കൂടി ഇട്ടെടുക്കണം കേട്ടോ. ഒരു എല്ലാം കൂടി, അതായത് ഫോം ഷീറ്റിലും PVCയിലും എല്ലാം ഒന്നിച്ച് വരുന്ന ഒരു ഹോൾ കൂടി ഇട്ടെടുക്കുക. അതിന് ശേഷം ആ ഒരു പീസ് നമ്മൾ ഈ ഒരു ടയറിലേക്ക് വെക്കുക. അങ്ങനെ 2 ടയറിൽ നമ്മൾ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു ഫോം ഷീറ്റ് നമ്മൾ ഒട്ടിച്ചിട്ടില്ല. അവിടെ ശരിക്കും PVC വേണ്ടത് ഞാൻ പറഞ്ഞു. ആ PVCയിലേക്കാണ് നമ്മൾ ഈ 2 പീസ് ഒട്ടിക്കേണ്ടത്. അതിനുശേഷം ഈ കാണുന്ന പോലെ 2 കമ്പിയുടെ പീസ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ഹോൾ ഇട്ടെടുത്തതിലേക്ക് ഇതേപോലെ കമ്പി ഇറക്കി കൊടുക്കുക. നേരത്തെ കാണിച്ച ഒരു പീസിൽ ഹോൾ ഇടാൻ പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അതിലേക്ക് കമ്പീൻ്റെ പീസ് ഇറക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫോം ഷീറ്റ് അവിടെ വെച്ച് കഴിഞ്ഞാൽ, അതായത് ടയറിൽ ബെയറിങ്ങിൽ ആ പെൻസിലിൽ ഫോം ഷീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആയതുകൊണ്ട് ഇളകി കളിക്കും. അതുകൊണ്ടാണ് ആ ഒരു പെൻസിലിൻ്റെ പീസിലേക്ക് PVC തന്നെ നമ്മൾ മാറ്റി റീപ്ലേസ് ചെയ്തത്. പിന്നെയാണ് അത് ചെയ്തത്. അതിൻ്റെ വീഡിയോ, ആ ഒരു സെപ്പറേറ്റ് വീൽ റൊട്ടേഷൻ വീഡിയോ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞില്ല, അപ്പോൾ അത് ചാനലിലുണ്ട്. ആ ഒരു വീഡിയോയിൽ PVC കാണിക്കുന്നുണ്ട്. ഇതിൽ ആ ഒരു ക്ലിപ്പ് ഡിലീറ്റ് ആയി പോയിട്ട് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സെപ്പറേറ്റ് വീഡിയോ എന്തായാലും കാണുക. വീൽ റൊട്ടേഷൻ മേക്കിംഗ് സെപ്പറേറ്റ് ഒരു 4 മിനിറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതെന്തായാലും കാണുക.
അപ്പോൾ അതിന് ശേഷം വീഡിയോയിൽ കാണുന്ന 2 ഫോം ഷീറ്റിൻ്റെ പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ശരിക്കും ഈ ഒരു പീസ് PVC ആക്കി കുറച്ചുകൂടി ഉപകാരമല്ല, കുറച്ചുകൂടി നല്ലതായിരിക്കും, കുറച്ച് സ്ട്രോങ്ങിൽ കിട്ടും. ഞാനത് PVCയിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ അത് അളവ് മാറിപ്പോയി. രണ്ടാമത് കട്ട് ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഫോം ഷീറ്റിൽ തന്നെ ചെയ്തത്. ബ്ലാക്ക് ഫോം ഷീറ്റ് നല്ല ഉറപ്പുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല, കുറച്ച് നല്ല സ്ട്രോങ് ആണ്. അതിനുശേഷം നമ്മൾ ആ 2 പീസും ആ ഒരു കമ്പി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടില്ലേ അതിലേക്ക് ഇറക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഫ്ലസ്കിക്ക് സ്പ്രെഡായി കഴിഞ്ഞാൽ മൊത്തം പണി കിട്ടും. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ അളവ് തെറ്റിപ്പോയ PVC ആണിത്. അപ്പോൾ അത് നമ്മൾ ആ ഒരു ടയറിൻ്റെ നേരത്തെ വളച്ച് വെച്ച ഒരു കമ്പി ഒട്ടിച്ചില്ലേ അതിലേക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ 2 ഫോം ഷീറ്റിൻ്റെ പീസ് കൂടി അതിൽ ഒട്ടിച്ചു കൊടുക്കുക. അതായത് ആ PVC പൈപ്പ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അതുകൂടി ചെയ്ത് നമ്മളെ വീൽ റൊട്ടേഷൻ ഇവിടെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ വീണ്ടും പറയുന്നത് 4 മിനിറ്റ് വീഡിയോ ഉള്ളൂ. അതെന്തായാലും നിങ്ങൾ കണ്ടാൽ ഡീറ്റെയിൽ ആയിട്ട് അത് മാത്രം പറയും. അത് എടുത്തതിന് ശേഷം കുറേ വീഡിയോ ക്ലിപ്പെല്ലാം ഡിലീറ്റ് ആയി പോയതുകൊണ്ട് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ആ ഒരു സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾ എന്തായാലും കാണുക. 4 മിനിറ്റ് വീഡിയോ ഉള്ളൂ. അത് കണ്ടാൽ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്തെങ്കിലും മാറ്റം പറയുന്നില്ല, അതിനകത്ത് കറക്റ്റ് പറയുന്നുണ്ട്. ക്ലിപ്പ് കുറേ ഡിലീറ്റ് ആയി പോയി, അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അതൊന്നും ആഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. പിന്നെ ചേസ് മേക്കിങ്ങിൽ എന്തായാലും വീൽ റൊട്ടേഷൻ ഇല്ലെങ്കിൽ അതൊരു കാര്യമില്ല. അതുകൊണ്ടാണ് കുറേ വീഡിയോ ക്ലിപ്പ് ഡിലീറ്റ് ആയി പോയിട്ടും നമ്മൾ എങ്ങനെയെങ്കിലും ഈ ഒരു വീഡിയോ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചത്. അല്ലെങ്കിൽ പിന്നെ വെറും ചേസ് മേക്കിങ്ങും ബാക്ക് വീൽ മാത്രം അതിൽ കാര്യമില്ല, ഫ്രണ്ട് വീൽ റൊട്ടേഷൻ ആണല്ലോ മെയിൻ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു സെപ്പറേറ്റുള്ള വീഡിയോ തന്നെ കാണുക. ഇനി നമുക്ക് ചേസ് ഉണ്ടാക്കിയെടുക്കാം. ചേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഫോം ഷീറ്റ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഒരു 4 ഫോം ഷീറ്റ് 5 mm തിക്നെസ് വരുന്ന 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ 2 പീസ് വെച്ചിട്ടാണ് ഒട്ടിക്കണം. അതായത് ഒരു പീസിന് ഒരു ഭാഗത്ത് 2 പീസ്, അതുപോലെ തന്നെ അടുത്ത ഭാഗത്ത് 2 പീസ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ ഇതായി വീഡിയോയിൽ കാണുന്ന പോലെ 2 പീസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ മരത്തിൻ്റെ പീസുകളുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി സ്ട്രോങ് കേട്ടോ, ഫോം ഷീറ്റിനെ കാട്ടിയും. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇത് രണ്ടും കൂടി ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ 3 ചെറിയ പീസുകൾ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ട് അത് 3ഉം കൂടി ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേപോലെ കറക്റ്റ് അളവെല്ലാം നോക്കണം കേട്ടോ, ലെങ്ത്തെല്ലാം കറക്റ്റിനല്ലേ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അപ്പോൾ ഇതേപോലെ കറക്റ്റ് നമുക്ക് ആ ഒരു ചേസ് കിട്ടും. നമുക്ക് ചേസിലേക്ക് ബാക്ക് വീലും ഫ്രണ്ട് വീൽ റൊട്ടേഷനും ഒക്കെ കറക്റ്റ് ഒരു ഇത് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ എവിടെയാണ് വീല് വരുന്നതെന്നൊക്കെ നോക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ബാക്ക് വീൽ നമ്മൾ ഇതേപോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഫ്രണ്ട് വീല് കാണിച്ച പോലെ തന്നെ ബെയറിംഗ് ഇറക്കി വെക്കാൻ ആദ്യം ഒരു കട്ടിങ് എടുക്കും. അതായത് എല്ലാം നമ്മൾ ചെയ്യുന്നത് ഉള്ളിൽ വരുന്ന വീലിലാണ് കേട്ടോ, പുറത്തേക്ക് കാണുന്ന വീലിലല്ല. നമ്മൾ ആ 2 വീല് ഒട്ടിച്ചെടുത്തിട്ടാകുമ്പം ഉള്ളിൽ വരുന്ന ഈ ഒരു വീലില്ലേ അതിൽ നമ്മൾ ബെയറിംഗ് ഇറക്കി വെക്കണം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നടുക്ക് വരുന്ന ഫോം ഷീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ഫോം ഷീറ്റിൽ ഒരു ടയറിന് ഇടുക. ഇത് നടുക്ക് വരുന്ന ഫോം ഷീറ്റിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഉള്ളിലോട്ട് ബെയറിങ് കയറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെയും ഉപയോഗിച്ചത് പെൻസിൽ തന്നെയാണ്, ഒരു ഓറഞ്ച് കളർ ഈ ഒരു കാണുന്ന പെൻസിൽ തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ആ ഒരു പെൻസിൽ വെച്ച് ബെയറിങ്ങിലേക്ക് കറക്റ്റ് കയറ്റിയിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഫോം ഷീറ്റിൻ്റെ പീസ് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആക്സിൽ പോലെല്ലാം ചെയ്യാം, അതായത് ആക്സിലിൻ്റെ ഒരു ഷേപ്പെല്ലാം ഇല്ലേ അതെല്ലാം വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് തന്നെ അങ്ങനെ ചെയ്ത് വിടുകയെന്ന്. പിന്നെ നമ്മൾ ഫ്രണ്ട് വീൽ റൊട്ടേഷനും കൂടി ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വന്നിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചേസിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് വീലും ബാക്ക് വീലെല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ചേസിൽ വലിയ പണിയൊന്നുമില്ല. പിന്നെ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഫ്രണ്ടിൽ ബമ്പറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ കാണിച്ചത്. ഇതേപോലെ ഒരു ബമ്പർ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ബമ്പറിൻ്റെ ഏരിയയിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ചേസ് മേക്കിംഗ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതേ മെത്തേഡ് വെച്ചിട്ട് ബസ്സിൻ്റെ എല്ലാം നമ്മൾ ഇതേ മെത്തേഡ് തന്നെ ചെയ്യുന്നത്. ബസ്സായാലും ലോറി ആയാലും ഏത് വണ്ടിയായാലും ഈ ഒരു മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ട്രാവലർ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ബസ്സിൻ്റെ നിങ്ങൾ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ഇതേ മെത്തേഡ് ചെയ്താൽ മതി. അപ്പോൾ അതിൽ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഫ്രണ്ട് വീൽ റൊട്ടേഷനൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ ഫ്രണ്ട് വീൽ റൊട്ടേഷൻ്റെ മാത്രമുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതിന് തൊട്ട് മുന്നേ അതാണ് ഇട്ടത്. അതായത് ഫ്രണ്ട് വീൽ റൊട്ടേഷൻ ജസ്റ്റ് മാത്രം കാണിക്കുന്ന ചെറിയൊരു 5 മിനിറ്റിൻ്റെ ഉള്ളിലുള്ള വീഡിയോ. അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടു നോക്കുക, അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ടിലുണ്ടെങ്കിൽ കമൻ്റ് ഇടാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. പിന്നെ ഇതിൻ്റെ പാർട്ട് 3 വീഡിയോ ഉടനെ ഇടും. പാർട്ട് 3ൽ നമ്മൾ കുറച്ച് ബോഡി വർക്ക്, ഇനി ഒരുപാട് വർക്ക് ബാക്കിയുണ്ടല്ലോ. അതായത് സൈഡ് ഇവിടെ ഇങ്ങനെ ആയിട്ട് ജോഷിൻ്റെ എക്സ്ട്രാ വർക്ക് വരും. അത് ഫുള്ളായിട്ട് ഇങ്ങോളം വരും, അതായത് ഫ്രണ്ടിലെല്ലാം വരും. ഇതിപ്പം ജസ്റ്റ് ബമ്പർ ഒരു സ്ട്രക്ചർ ഒരു ബേസ് ആയിട്ടുള്ളൊരു ബമ്പറാണ്. ഇതിൻ്റെ മേലെ ഇനി നല്ല തിക്നെസ് തന്നെ പുതിയൊരു ബോഡീൻ്റെ ഇങ്ങനെ ഡിസൈൻ വർക്കെല്ലാം വരും. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ ഈ സൈഡ്, അതുപോലെ തന്നെ നമുക്ക് ബേക്കിലേക്ക് നോക്കുമ്പം ഇവിടെ ഈ സൈഡൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ട്രാവലറിന് ഒരുപാട് വർക്ക് വരുമല്ലോ. ആ ജോഷ് വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന ഒരു വർക്കില്ലേ, അതെല്ലാം നമ്മളിതിൽ ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും അടുത്ത വീഡിയോ വരിക, പാർട്ട് 3 വീഡിയോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.